ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ചിക്കൻ കൊണ്ടുള്ളൊരു സ്പൈസി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു ചിക്കൻ കേക്ക് പോലത്തെ തന്നെ ഒരു വേറെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ അമേരിക്കൻ പത്തിരി എന്നാണ് കേട്ടോ പറയൽ. ഇത് നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊരു ചിക്കൻ കേക്കാണ്. പാലും അതുപോലെ തന്നെ മുട്ട, മൈദ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം മസാല തയ്യാറാക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതുള്ളത്. അതിന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പച്ചമുളക് 5 എണ്ണം ആണ് പേസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് മിക്സ് ചെയ്ത ചിക്കനാണ്. നമ്മൾ സാധാരണ അങ്ങനെ മസാല ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മൈദപ്പൊടി, 1 കപ്പ് മൈദ, അതുപോലെ തന്നെ പാല് 1 കപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, പിന്നെ ചിക്കൻ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ചിക്കൻ വേണ്ട, ചിക്കൻ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കടായിൽ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് റെഡിയാക്കുന്നത്. ഈ അമേരിക്കൻ പത്തിരി റെഡിയാക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ഈ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല അല്ലേ, അതിട്ട് കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ചിക്കൻ മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്റർ ഇങ്ങനെ ഒഴിക്കണ മുമ്പ് ഒന്നും കൂടി ഒന്ന് മിക്സി ഇട്ടിട്ടൊന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാവാനാണ്. അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാധാരണ കേക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. ഒരു 40-45 മിനിറ്റ്സൊക്കെ വേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ കേക്ക് ഇതാ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറ്റേ സൈഡൊന്ന് മറിച്ചിടണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ കേക്ക്, ഈ അമേരിക്കൻ പത്തിരി നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ സൈഡ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അധികം സമയമൊന്നും വേണ്ട. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആ സൈഡ് ഒന്ന് ചൂടായി വന്നോട്ടെ. കുറച്ച് സമയം, 1 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സമയം ഒന്നായി വെക്കും. ഇപ്പോൾ ഇതാ നമ്മൾ അമേരിക്കൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇത് കട്ട് ചെയ്യാണ്. ഇതാ നല്ല സോഫ്റ്റാണ് സംഭവം, ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണെന്ന്. നല്ല ടേസ്റ്റുള്ള ഒരു സ്പൈസി ചിക്കൻ കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.